ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്നത് ആരോഗ്യമുള്ള മനസ്സുള്ളിടത്തെ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകൂ എന്നും തിരുത്തി പറയേണ്ട കാലത്താണോ നമ്മൾ? സത്യത്തിൽ അന്നും അതും തിരുത്തി പറയാവുന്നതാണ്. പണ്ടും ഇതൊരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പോലെ നമ്മൾ മനസ്സിലാക്കണം. ഹാർഡ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ്, സോഫ്റ്റ്വെയർ ആണോ ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന ലോകം വലുതാണ്. ഇതെല്ലാം ആദ്യം ബാധിക്കുന്നത് മനസ്സിനെയാണ്. ആ കാലത്ത് നമ്മൾ എന്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്, ശരീരമാണോ മനസ്സാണോ എന്നുള്ളത്? മനസ്സിനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഒരു പോയിന്റില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഉള്ള ആളുകളോട് ആരോടെങ്കിലും ചോദിക്കുക, നമ്മളുടെ തലച്ചോറിലേക്ക് കയറുന്ന ഇൻഫർമേഷനും അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ ഒരു ദിവസം എത്ര ആളെ കാണുന്നു ഡിജിറ്റൽ വേൾഡിൽ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ വേൾഡ് ഉള്ളതുകൊണ്ട് കാണുന്നത്. അല്ലെങ്കിൽ 10 ആളെ നമ്മൾ കാണുള്ളൂ നമ്മുടെ ഗ്രാമത്തിലെ ഒരു ദിവസം. അങ്ങനെ ജീവിച്ചിരുന്നവരാണ് നമ്മൾ. ബട്ട് ഈ ഡിജിറ്റൽ വേൾഡ് വന്നതോടുകൂടെ നമ്മൾ അത്രയും കൺസ്യൂമിങ് ചെയ്യുന്നുണ്ട്, ബ്രെയിൻ ഓവർലോഡിങ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ നൽകുന്ന പരിശീലന കളരികളുടെ പ്രധാന ഒരു ട്രെയിനിങ് ആണിത്. നമ്മളിത് കൺസ്യൂം ചെയ്യരുത്. റോങ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യരുത്, കുറയ്ക്കണം. പോസിറ്റീവ് പോലെ ഞാൻ എൻ്റെ കൂടെ വന്ന ആളുകളോട് അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് പറയാം, ഈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ ഇൻവെന്റഡ് ടു സേവ് ഹ്യൂമൻ ടൈം. ഒരെണ്ണം കണ്ടെത്തിയതിന്റെ ഉദ്ദേശത്തിലല്ല അതിപ്പോ നിൽക്കുന്നത്. മനുഷ്യന്റെ സമയത്തെ മുഴുവൻ കില്ല് ചെയ്യുന്ന നമുക്കിത് രണ്ടായി തരംതിരിക്കാം. ഒന്നായി കൺഫ്യൂഷൻ തീരും. സ്ക്രീൻ ഫോർ എ യൂസേജ് ആൻഡ് സ്ക്രീൻ ഫോർ എ ടൈം പാസ്. നമ്മളിത് ഇനി ജെന്യൂൻ ആയിട്ട് നമ്മളൊന്ന് ഇതിനെ അസസ്മെന്റ് ചെയ്യണം. കാരണം ഞാനും നല്ല സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് സ്ക്രീൻ ആവശ്യമുണ്ടല്ലോ. ബട്ട് നമ്മളുടെ ശരിക്കും സ്ക്രീൻ യൂസ് ചെയ്യുന്നതിന്റെ യൂസും ടൈം പാസുമായിട്ട് ഇതിനെ തരംതിരിച്ചിട്ട്, ഈ ടൈം പാസിലാണ് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു ടൈം കളയുന്നത്. ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന്റെ കാര്യം ഞാൻ പറയുന്നത്. അവർ കൂടുതലും ജസ്റ്റ് റീൽസ് സ്ക്രോൾ ചെയ്തിട്ടും അങ്ങനെ തന്നെ ഒരു സ്കെഡ്യൂളൊന്നും ഇല്ല, എന്താ കാണേണ്ടതൊന്നും ഇല്ല. വരുന്നതൊക്കെ ഹോം പേജിൽ വരുന്നതൊക്കെ നീക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ യൂസിന് വേണ്ടി നമ്മൾ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ അത്രയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, ശരിക്കും ലൈഫ് നടക്കുന്നത് ഈ പ്രകൃതിയിലാണ്, ഈ പഞ്ചഭൂതാത്മക ലോകത്തിലാണ് ഈ ജീവിതം നടക്കുന്നത്, സ്ക്രീനിലല്ല. ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ വേൾഡിനെ റെക്കോർഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് നമ്മുടെ, അല്ലേ? നമ്മൾ കൈക്കോട്ടും പിക്കാസൊക്കെ ഉപയോഗിച്ചിരുന്ന ടൂൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ടൂൾ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, സ്മാർട്ട് ഫോണൊക്കെ. സോ ഇന്ന് ഞാൻ ഇത്തരം ആധുനികമായ എല്ലാ ടൂളുകളും അതിൻ്റെ ഹൈ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ബട്ട് അതേസമയം അതിനെ ഇക്വലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടുള്ള, മണ്ണ് തൊട്ടുള്ള, കാറ്റ് കൊണ്ടുകൊണ്ടുള്ള, വെയിൽ കൊണ്ടുകൊണ്ടുള്ള അങ്ങനെയുള്ള ഒരു ലൈഫ് പാരലലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു മനുഷ്യനും ഇവിടെ സാധാരണ മനുഷ്യനല്ല. ഞാനും ഈ ലോകത്ത് നിങ്ങൾ മഹാത്മാക്കളെന്ന് വിളിക്കുന്ന ആളുകളില്ലേ, അവർ പോലും ആരും സ്പെഷ്യലായിട്ട് ജനിച്ചിട്ടൊന്നുമില്ല. നമ്മൾ സ്പെഷ്യലായി എന്തോ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ലോകത്തിന് മുന്നിൽ സ്പെഷ്യലായി ഐഡന്റിഫൈ ആവുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മളുടെ യഥാർത്ഥ ആനന്ദം കിടക്കുന്നത് നേച്ചറിലാണ്. ബിക്കോസ് വി ആർ ആൻ അനിമൽ.